തൃക്കാരിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ മണ്ഡലപൂജാ സമാപന ചടങ്ങുകൾ ഡിസംബർ 26 തീയതി വ്യാഴാഴ്ച നടക്കുകയാണ്. അന്ന് വൈകുന്നേരം 5:30 ശ്രീ മഹാദേവ ഭജൻസ് തൃക്കാരിയൂരിൻ്റെ വിശേഷാൽ ഭജനയുണ്ടായിരിക്കും. തുടർന്ന് രാത്രി 9:30 മുതൽ തൃക്കാരിയൂർ പടിഞ്ഞാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ സംസ്ഥാന അവാർഡ് ജേതാവ് കീഴില്ലം ഉണ്ണികൃഷ്ണനും സംഘവും ദേശമുടിയേറ്റ് അവതരിപ്പിക്കും. സാക്ഷാൽ ശിവഭഗവാനും നാരദരും കാളിയും ദാനവേന്ദ്രനും കൂളിയും നന്ദികേശന്റെ രൂപമായ കോയിമ്പട നായരും കഥാപാത്രങ്ങളായി എത്തി ദാരികവധം പ്രമേയമാക്കി കളമെഴുതി തിരിയുടിഞ്ഞ് താലപ്പൊലി, പ്രതിഷ്ഠാപൂജ, കളമാക്കൽ എന്നീ ചടങ്ങുകൾക്ക് ശേഷം ദാരികന്റെയും കാളിയുടെയും പുറപ്പാട്, കാളിയും ദാരികനും തമ്മിലുള്ള ഘോരയുദ്ധം. കഥാപാത്രങ്ങൾ 6 പേരും ഭദ്രകാളി കളത്തിലെത്തി കളത്തിൽ കളംപൂജ നടത്തി കളമ്പാട്ട് പാടി ഏറ്റവും പുണ്യത്തോടുകൂടി നാരദൻ ഭഗവാൻ ശിവനെ, ദാരികനെയും ദാനവേന്ദ്രനെയും കൊണ്ട് ദേവന്മാർക്കും മനുഷ്യർക്കുമുള്ള ബുദ്ധിമുട്ടുകൾ അറിയിക്കുന്നതോടെ മുടിയേറ്റാരംഭിക്കും. തുടർന്ന് ദാരികന്റെ പടപ്പുറപ്പാട് കഴിഞ്ഞ് അയാൾ തന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ 4 ദിക്കിനെയും ആധാരമാക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാന്റെ നിർദ്ദേശാനുസരണം ഭദ്രകാളി പോർക്കളത്തിലേക്ക് പാഞ്ഞെടുത്ത് ദാരികനെയും ദാനവേന്ദ്രനെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കും. ശിവനും നാരദരും കാളിയും കൂളിയും ദാരികനും ദാനവേന്ദ്രനും നന്ദികേശൻ രൂപം മാറിയെത്തുന്ന കോയിമ്പട നായരും എല്ലാം കഥാപാത്രങ്ങളാകുന്ന ആ ദാരികവധം കഥ പറയുന്ന ദേശമുടിയേറ്റ് കാണാൻ തൃക്കാരിയൂർ പടിഞ്ഞാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്വാമി ആൻഡ് കമ്പനി, ദ ടൈം കീപ്പേഴ്സ് ഓഫ് കോതമംഗലം സിൻസ് 1946.